ഇരുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിരുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഇടയാമല്ലേ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഇടയാമല്ലേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 40-ാം സങ്കീർത്തനം 14-ാം വാക്യം. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ. തന്നെ ദ്രോഹിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ലജ്ജയും ആശകുഴപ്പവും വരുത്തണമെന്നും അവരുടെ ദുഷ്ടപദ്ധതികൾ പരാജയപ്പെടുത്തുവാൻ ദൈവിക ഇടപെടൽ ആവശ്യമാണെന്നും ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുന്നു. നിരപരാധികളെ പീഡിപ്പിക്കുന്ന ദുഷ്ടന്മാരുടെ പതനത്തിനായി ദൈവനീതി നടപ്പാക്കാനുള്ള ഒരു പ്രാർത്ഥനയായി ഈ വാക്യത്തെ നമുക്ക് കാണാം. ദൈവത്തിന് പ്രശ്നങ്ങൾ ഇടപെടുവാനും നീതി നിഷേധിക്കുന്ന സാഹചര്യത്തിൽ നീതി നടപ്പാക്കുവാനും അധികാരമുണ്ടെന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായി ഈ വാക്യത്തെ നമുക്കെടുത്ത് കാണിക്കാം. പ്രിയ സ്നേഹിതരെ, ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുക മാത്രമല്ല, നമുക്കെതിരായ പദ്ധതികളെ അവൻ തകർത്ത് കളയുകയും ചെയ്യും. ശത്രു തിന്മയ്ക്കായി ഉദ്ദേശിച്ചത് ദൈവം നന്മയ്ക്കായി ഉപയോഗിക്കപ്പെടും. ദാവീദിനെ രക്ഷിച്ച ദൈവം പ്രതിസന്ധികളിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ മതിയായവനാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളുടെ സംരക്ഷകനും പരിചയമായതിനാൽ ദാവീദിനെ പോലെ പ്രതിസന്ധികളിൽ ഞങ്ങളെ വിടുവിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.